എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ടൈറ്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്പെക്സ് വെയറേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസ് വെയറേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ ഒക്കേഷൻ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ഞാൻ ആക്ച്വലി പ്രേയിങ് ആയിരുന്നു, ഞാൻ സത്യം പറയാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വര എൻ്റെ കണ്ണാടി ഈ സീരീസ് കഴിയുടെ മുന്നെങ്കിലും വരണമെന്ന്. ഞാൻ ആന്റി ഗ്ലെയർ ഗ്ലാസ് ആണ് വെച്ചേക്കുന്നത്, ലാപ്ടോപ്പിലൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണേന്ന് സത്യം പറഞ്ഞാൽ ഈ സീരീസിൽ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഇന്ന് ഇത് വന്നു, ഇന്ന് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പൊ ഇത് ഭയങ്കര സജഷൻസിൽ വന്നൊരു വീഡിയോ ആണത്. ഗ്ലാസ് വെക്കുന്ന സ്പെക്സ് വെക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കുറെ ഇഷ്യൂസ് ഇങ്ങനെ ലൈക്ക് ഈ ഒരു ബുഷ് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫൗണ്ടേഷൻസ് പോകും, ഈ ഗ്ലാസ് ചിലർക്കൂടെ മുട്ടും, അപ്പൊ അവിടെ നിന്ന് ക്രീസിങ് വരും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും നിങ്ങളുടെ മീൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കണേ മുന്നേ നമ്മുടെ ബേസിക് അപ്ഡേറ്റ്സ് നോക്കാം. ഈ ഒരു കുർത്ത വന്നിട്ട് മിന്ത്രന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന്റെ ഒരു ലുക്ക് ബുക്ക് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്, നമ്മുടെ സീരീസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ. ഈ ഇയറിംഗ്സ് എനിക്ക് പിങ്ക് ചേച്ചി ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ട് തന്നതാണ്. ആൻഡ് ഞാൻ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ലൈക്ക് ഇത് സ്പെഷ്യൽ ഒക്കേഷൻ മേക്കപ്പ് ആയതുകൊണ്ട്. ആൻഡ് ലിപ്സ്റ്റിക് ഒക്കെ വീഡിയോയിൽ പറയാം. ആൻഡ് വാച്ച് നമ്മളുടെ ഗസ്റ്റിന്റെ വാച്ച് ആൻഡ് കുറച്ച് ബാംഗിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു ഫംഗ്ഷന് പോലെ. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. അപ്പൊ ഏത് ഫൗണ്ടേഷൻ ഇതിപ്പോ ആരിട്ടാലും നമുക്ക് സ്പെക്സ് ഇട്ടവരിട്ടാലും സ്പെക്സ് ഇടാത്തവരിട്ടാലും നമുക്ക് പ്രൈമർ മസ്റ്റ് ആണ്. സോ ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൈമർ വന്നിട്ട് കളർ ബാറിന്റെ പ്രൈമർ ആണ്, പെർഫെക്റ്റ് മാച്ച് പ്രൈമർ ആണ്. സോ ഞാനിപ്പോ തൽക്കാലത്തേക്ക് സ്പെക്സ് മാറ്റി വെക്കുകയാണ്, എന്നിട്ട് അതിന്റെ ഇടയിൽ ഞാൻ വെച്ചൊക്കെ കാണിച്ചു തരാം. സോ സ്പെക്സ് നീ ഇവിടെ ഇരിക്കൂ. ആൻഡ് ഈ പ്രൈമർ ആണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അത് കുറച്ച് നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒരു ഡാബിങ് മോഷനിലാണ് ഞാൻ ഇപ്പൊ പ്രൈമർ ഇടുന്നത്. അത് ശരിക്കും പോസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഉള്ള വലിയ പോസ് ഒക്കെ നന്നായിട്ട് റിഡ്യൂസ് ആവും. സോ ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞു, നമ്മൾ നെക്സ്റ്റ് എന്താ ഇടാൻ പോകുന്നത്, നമ്മൾ ഫൗണ്ടേഷൻ ആണ് ഇടാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ലോറിയലിന്റെ ഇൻഫാലിബിൾ പ്രോ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. എന്റെ ഷെയ്ഡ് വന്നിട്ട് 106 സൺബീജ് ആണ്. അപ്പൊ ഇത് ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ സ്പെക്സ് വെക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഡൗട്ടാണ്, ഇവിടെ നിന്ന് ഫൗണ്ടേഷൻ പോവാം, ഇവിടെ നിന്ന് ഫൗണ്ടേഷൻ പോവാം. ഓക്കെ, മെയിൻ ആയിട്ട് ഇവിടെ നിന്നാണ് ആ റബ്ബർ വെച്ചിട്ടാണ് നമുക്ക് ഫൗണ്ടേഷൻ പോകേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മാക്സിമം കുറവ് ഫൗണ്ടേഷൻ ഇടുക. ബിക്കോസ് അവിടെ നിന്ന് ക്രീസ് ചെയ്ത് പോലെ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ലിപ്പായി പോകണമെന്നാണ് നമ്മുടെ ഇഷ്യൂ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ രണ്ട് സൈഡിൽ എവിടെയാണോ ആ റബ്ബർ ഇരിക്കുന്നത് അവിടെ കുറച്ച് ഫൗണ്ടേഷൻ മീൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് എന്റെ സ്വെച്ചിന്റെ ആ രണ്ട് പുഷ് വരുന്ന സ്ഥലം. സോ അവിടെ ഞാൻ ഫൗണ്ടേഷൻ ഇടണേ ഇല്ല കേട്ടോ. അവിടെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അവിടെ ഫൗണ്ടേഷൻ ഇടണില്ല. ഓക്കെ, ഞാനിപ്പോ എന്റെ ബേസ് മേക്കപ്പ് അല്ല, നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നെക്സ്റ്റ് കൺസീലർ ഇടാൻ പോകും. കൺസീലർ ആയിട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് LA ഗേളിന്റെ പ്രോ HD കൺസീലർ ആണ്. അപ്പൊ അത് ഞാൻ എന്റെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്തും കൺസീൽ ചെയ്യേണ്ട ഭാഗത്തും നന്നായിട്ട് ഞാൻ ഇടാണ്. ഇനി ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ വേണ്ടി പോണെന്ന് വെച്ചാൽ ഞാൻ ബേക്ക് ചെയ്യാൻ പോവാണ്. സോ ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗർ കോസ്മെറ്റിക്സിന്റെ ട്രാൻസ്ലൂസൻ പൗഡർ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, നമ്മൾ മാക്സിമം ഫൗണ്ടേഷൻ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യണേക്കും നല്ലത്. ബിക്കോസ് അത് നമ്മുടെ പ്രോബ്ലമാറ്റിക് ഏരിയ ആണ്. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് പ്രൈമർ എടുക്കുക, അതാണ് ഇവിടുത്തെ കീ. ഓക്കെ, നമ്മൾ ഇത്തിരി പ്രൈമർ നമ്മളുടെ കയ്യിലെടുക്കുക. കുറച്ച് പ്രൈമർ എടുക്കുക, എന്നിട്ട് നമ്മളുടെ എവിടെയാണോ നമ്മുടെ സ്പെക്സിന്റെ ആ ബുഷ് വന്നിരിക്കുന്നത് ആ ഭാഗത്ത് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ട ഈ രണ്ട് ഭാഗത്താണ് നമ്മുടെ ബുഷ്, ആ കണ്ണാടിയുടെ ബുഷ് ഇരിക്കുന്നത്. അത് കാരണമാണ് നമുക്ക് പ്രശ്നം. അപ്പൊ നമ്മൾ ആദ്യം ഇത് നന്നായിട്ട് ഇതിനകത്ത് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ടാബ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാലോ ലൂസ് പൗഡർ ആണ്, ഇത് ട്രാൻസ്ലൂസൻ പൗഡർ ആണ്, ഇതിന് കളർ ഒന്നുമില്ല. സോ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ബ്രഷ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ പ്രൈമർ ഇട്ട സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതവിടെ സെറ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പൊ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമുക്ക് അങ്ങനെ സ്ലിപ്പ് ആവണ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഫൗണ്ടേഷൻ വലിയ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നല്ലൊരു പ്രത്യേക ഫിനിഷും കൊടുക്കും, മേക്കപ്പ് ഇട്ട മാത്രം ഫിനിഷും കൊടുക്കും, ആൻഡ് ഇങ്ങനത്തെ ഈ ക്രീസിങ് ഇഷ്യൂ വരത്തൂല്ല. അപ്പൊ നമ്മൾ കുറച്ച് ഒരു ബ്രഷിൽ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഓക്കെ, കണ്ടോ? ഇപ്പൊ ഇവിടെ നമുക്ക് അവിടെ സെപ്പറേറ്റ് മാത്രം ഈ ട്രാൻസ്ലൂസൻ പൗഡർ ഇട്ടിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബേക്ക് ചെയ്യുക. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ ഇടാം കേട്ടോ. ഇത് തന്നെ ബേക്കിംഗ് തന്നെ ചെയ്യണമെന്നില്ല ഇങ്ങനെ കണ്ണാടി വെക്കുന്ന ആൾക്കാര്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് താഴത്ത് ഇപ്പൊ കണ്ണാടി വന്ന് മുട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ ട്രാൻസ്ലൂസൻ പൗഡർ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഇത്രയും സ്ഥലത്ത് മാത്രം നമ്മൾ കുറച്ച് ട്രാൻസ്ലൂസൻ പൗഡർ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇത് ബേക്കിംഗ് ചെയ്യണ സമയത്ത് നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഐബ്രോസിലേക്ക് കടക്കാം. ഐബ്രോ പെൻസിലായിട്ട് ഞാനിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയ്ബിലിന്റെ ഫാഷൻ ബ്രോ പെൻസിലാണ്. ഇത് വളരെ നല്ലൊരു പെൻസിലാണ്. നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഐബ്രോസ് നല്ല സൂപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട്. സോ ഇത് തന്നെയാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കണ്ണാടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇപ്പൊ കാണിച്ചു തരാം, കണ്ണാടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഐബ്രോസ്. സോ നമ്മൾ നന്നായിട്ട് പ്ലക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ നമ്മുടെ കണ്ണാടി ഇപ്പൊ കണ്ണ് ആണ് പൊതുവെ എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത്, കണ്ണാടിന്റെ ബാക്കിലായിപ്പോയി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എന്താ പറയണ്ടേ, കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചറാണ് ഐബ്രോസ്. അപ്പൊ ഐബ്രോസ് നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ ഐബ്രോസ് നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടോ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കണ്ണാടി വെച്ചിട്ട് കണ്ടോ. അപ്പൊ നമ്മുടെ ഐബ്രോസ് നല്ല സ്ലീക്ക് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഐബ്രോസ് ഓൺ ഫ്ലീക്ക് ആയിട്ട് എപ്പോഴും വെക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ബാക്കി കണ്ണിന്റെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഐബ്രോസ് നമ്മളുടെ എന്താ പറയാ, ഇതിന്റെ പേരെന്താ, ബേക്ക് ചെയ്യാൻ വെച്ചതൊക്കെ ഞാൻ തുടച്ചു കളയാണ്. കണ്ടോ? അപ്പൊ തന്നെ നമ്മളുടെ ഫേസ് നന്നായിട്ട് ലിഫ്റ്റ് ആവണം. എനിക്ക് ഈ റിംഗ് ലൈറ്റ് ഇരിക്കണോണ്ടാണ് ഈ ഇങ്ങനെ ഒരു ഭാഗം വരുന്നത്. ഓക്കെ, അപ്പൊ കണ്ടോ ഇപ്പൊ തന്നെ നല്ല സൂപ്പർ ആയിട്ടാണ് ഇരിക്കുന്നത് ഐബ്രോസ്. ഇനി അതിനുശേഷം നമുക്ക് നമ്മളുടെ ഐ മേക്കപ്പ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലേക്ക് കടക്കുകയാണ്. സോ ഐ മേക്കപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യമുണ്ട് സ്പെക്സ് വെക്കുന്ന ആൾക്കാര്. ബിക്കോസ് നമ്മുടെ കണ്ണാടിന്റെ ബാക്ക് സൈഡിലായിട്ട് അല്ലെങ്കിൽ ഉള്ളിലായിട്ടാണ് കണ്ണിരിക്കുന്നത്. അപ്പൊ കണ്ണിന് നമുക്ക് ഒത്തിരി സ്മോക്കിയോ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും എടുത്ത് കാണില്ല. പിന്നെ ചിലർക്ക് പവർ ഉള്ള ഇതൊക്കെ ആണെങ്കിൽ കണ്ണ് പുറത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തോന്നും. സോ നമ്മുടെ മോട്ടോ അല്ലെങ്കിൽ നമ്മുടെ എജൻഡ കണ്ണ് കുറച്ച് വെൽതാക്കി തോന്നുന്ന മാതിരി ഇരിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുക്കാം. ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഒരു മാറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ കണ്ണിന് ഒരു നല്ലൊരു ക്രീസ് നമുക്ക് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം. സോ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന പാലറ്റ് വന്നിട്ട് ഷാർലറ്റ് ടിൽബറിന്റെ ദ വിന്റേജ് വാംപ് എന്നിട്ടൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ്. സോ അതിൻ്റെ അകത്തുള്ള ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. അത് എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഞാൻ ക്രീസിൽ ഇടുകയാണ്. അപ്പൊ ഇതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇവിടെ ക്രീസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാം. സോ നമ്മുടെ ട്രാൻസിഷൻ ഷെയ്ഡ് നമ്മൾ നന്നായിട്ട് നമ്മുടെ കണ്ണിന്റെ മേലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് കണ്ണ് നന്നായിട്ടൊന്ന് ഡീപ്പൺ ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഈ നെക്സ്റ്റ് ഡാർക്കസ്റ്റ് ഷെയ്ഡ് ഞാനൊരു ടേപ്പേർഡ് ബ്ലെൻഡിങ് ബ്രഷിൽ എടുക്കുകയാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ബ്രഷാണ്. ഇത് മസ്റ്റ് ഹാവ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ബിക്കോസ് നമ്മുടെ ഈ ഔട്ടർ വി ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രഷാണ്. സോ ആ ഡാർക്ക് ബ്രൗൺ ഞാൻ ഈ ബ്രഷിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ വി ഒന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്യണേ. നമ്മുടെ കണ്ണിന്റെ ഔട്ടർ വി നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് നമ്മളുടെ ഐലിഡ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്.
സോ സ്പെക്സ് വെക്കുന്ന ആൾക്കാർ കുറച്ച് നന്നായിട്ട് നമ്മുടെ ഐലിഡ് മുഴുവനും ഒന്ന് എന്താ പറയാ ഷിമ്മറി ഷെയ്ഡ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സ്പെക്സിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. അങ്ങനെ ഇത്രയും ഹാഫ് അല്ലെങ്കിൽ 1/3 മാത്രം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കുറച്ച് അധികം ഇട്ടാലും അങ്ങനെ അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ കണ്ണിന് നല്ലൊരു എടുപ്പ് വരും. സോ ഓക്കെ, അപ്പൊ ഞാൻ ഈ ഗോൾഡൻ ഷെയ്ഡ് ഞാൻ എന്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോ നേരത്തെ ചെയ്ത ആ സ്റ്റെപ്പ് ഒക്കെ തന്നെ നമ്മൾ താഴെ ചെയ്യുക. ഞാൻ പക്ഷെ ഇത് ഈ ഡാർക്ക് ഷെയ്ഡില്ലേ അത് നമ്മളുടെ ഔട്ടർ അല്ല സോറി ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ. സോ ഞാൻ നെക്സ്റ്റ് എന്റെ വാട്ടർ ലൈൻ എഴുതാൻ വേണ്ടി പോവാണ്. അതിന് ഞാൻ എന്റെ കളർ ബാറിന്റെ കാജലാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ വാട്ടർ ലൈൻ എഴുതാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിന്റെ മുകളിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വിടാം. ഇങ്ങനെ തന്നെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒന്നാമത് നമ്മളിങ്ങനെ സ്പെക്സ് വെക്കുമ്പോഴത്തേക്കും കണ്ടോ ഇപ്പൊ തന്നെ നമുക്ക് ഇത്രയും കണ്ണ് കാണുള്ളൂ. അപ്പൊ അങ്ങനെ ഐ മീൻ നമ്മുടെ കണ്ണിപ്പോ ഇത്രയും പോർഷനെ കാണുള്ളൂ. സോ നമ്മളത് ഫുള്ളും ഇനി എഴുതി ഡാർക്ക് ആക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ് ഒന്നുകൂടി ചെറുതാക്കി കാണും. അപ്പൊ നിങ്ങളുടെ കണ്ണിപ്പോ വലിയ കണ്ണാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും മുകളിലും കൂടി എഴുതാൻ നല്ല ഭംഗിയായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ഒത്തിരി ഇങ്ങനെ സ്മോക്കിയോ ഡാർക്കോ ഒന്നും ആക്കാണ്ടിരിക്കണേക്കും ഏറ്റവും നല്ലത്. ഇതിനുള്ളിൽ കൂടി നോക്കുമ്പോൾ ആകെ ഇരുണ്ട മാതിരി ഇരിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ തൽക്കാലത്തേക്ക് എന്താണ് താഴത്ത് മാത്രം എഴുതി നിർത്തുകയാണ്. ഇനി നമ്മള് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മസ്കാര ഇടണം. മസ്കാര ഇടുമ്പോഴത്തേക്കും കണ്ണിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും. മസ്കാര ഇട്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കണ്ണാടി വെച്ച ആൾക്കാർ മസ്കാര ഇടുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലാഷസ് നിങ്ങൾ കേൾ ചെയ്തിട്ടുണ്ടാവണം. ബിക്കോസ് നമ്മുടെ ഐ ലാഷസ് ഇങ്ങനെയാണ് വളരണത്. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ മസ്കാര ഇട്ട് വെച്ചാൽ നമ്മുടെ കണ്ണാടിയിൽ വന്നിട്ട് നമ്മളുടെ എന്തിട്ടാണ് ഐ ലാഷസ് വന്ന് ഇടിച്ച് നമ്മളുടെ ഇവിടെ ചിലപ്പോ മസ്കാരയുടെ പാടാവാനോ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഇറിറ്റേഷൻ ആണല്ലോ ഇങ്ങനെ ഒരു ഐ ലാഷസ് ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. സോ ഇടിച്ച് നിൽക്കണല്ല, ഇങ്ങനെ മുട്ടണത് ഒരു ഇറിറ്റേഷൻ ആണല്ലോ. സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നന്നായിട്ട് കേൾ ചെയ്തിട്ട് മസ്കാര ഇടുക. അപ്പൊ ഇങ്ങനെ കേളായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇടിക്കണ വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ മസ്കാര ആയിട്ട് യൂസ് ചെയ്യുന്നത് മെയ്ബിലിന്റെ കൊളോസൽ ബിഗ് ഷോട്ട് മസ്കാരയാണ്. ഇതിന്റെ സെക്കൻഡ് ട്യൂബാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണത്. വളരെ നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ ഞാൻ അതിന് മുന്നേ ഞാൻ ലാഷസ് നന്നായിട്ട് കേൾ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ നല്ലൊരു 2 to 3 coats ഓഫ് മസ്കാര ഇട്ടു. അപ്പൊ തന്നെ കണ്ണ് നല്ല ബ്രൈറ്റൻ അപ്പ് ആയല്ലേ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം കണ്ണ് നല്ല സൂപ്പർ ആയിട്ടിരിപ്പുണ്ട്. ഇനി ഞാൻ എന്റെ ഫേസ് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇപ്പൊ കോൺടോറിങ്, ഹൈലൈറ്റിങ് അല്ലെങ്കിൽ ബ്ലഷ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ഞാൻ എന്റെ ഫേസ് കോൺടോർ ആൻഡ് ബ്ലഷ് ഇടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നിക്കാക്കിന്റെ കോംപ്ലക്ഷൻ ട്രൈ ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ പാലറ്റ് ആണ്. നല്ല പാലറ്റ് ആണ് കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമുള്ള ഒരു പാലറ്റ് ആണ്. നല്ല ഹാൻഡിയാണ്. ഇപ്പൊ നമ്മളുടെ ഫേസ് കോൺടോർ ആൻഡ് ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ഹൈലൈറ്റിംഗ് ആണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ മേക്കപ്പ് റെവല്യൂഷന്റെ സ്ട്രോബ് ഹൈലൈറ്റർ ആണ്. നല്ല ഹൈലൈറ്റർ ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് കണ്ണാടി വെച്ച ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോ ഐ മേക്കപ്പ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ബ്രോബോൺ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ലൈക്ക് ഇങ്ങനെയാണല്ലോ, ഞാൻ ഓരോ പ്രാവശ്യം വെച്ച് കാണിക്കുകയാണ്. ലൈക്ക് ഇങ്ങനെയാണല്ലോ നമ്മുടെ കണ്ണാടി ഇരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ പോർഷൻ ഡെഫിനറ്റ് ആയിട്ടും പുറത്ത് കാണുന്ന ഒരു സംഭവമാണ്. സോ അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് എടുത്ത് കാണിക്കുക. അത് നന്നായിട്ടൊന്ന് എന്താണ് എൻഹാൻസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഐബ്രോസ് നമ്മുടെ ഫേസിന് തന്നെ സത്യം പറഞ്ഞാൽ ഈ ബ്രോബോൺ ഹൈലൈറ്റിന് ഒരു പ്രത്യേക ഭംഗിയാണ്. സോ നിങ്ങളത് എന്തായാലും ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പൊ ഞാനിത് എന്റെ ഇതിനകത്ത് എടുക്കാൻ കേട്ടോ, എന്താ ഫാൻ ബ്രഷിനകത്ത് എടുത്തിട്ട് ഇവിടെ എന്റെ ഈ ഐബ്രോസിന്റെ ഐബ്രോ ബോണിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണേ.
അപ്പൊ ലിപ്സ്റ്റിക്കിലേക്ക് കടക്കണേ മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു പുതിയൊരു ഞാൻ കണ്ടുപിടിച്ച സാധനമല്ല, ഞാനിപ്പോ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി എനിക്ക് പറയാണ്ട് വയ്യ. ഈ പേർപ്പിൾ എന്ന ബ്രാൻഡിന്റെ ലിപ് ക്രയോൺ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഇത് അമേസിംഗ് ആയിട്ടുള്ള ലിപ് ക്രയോൺ ഉണ്ടോ. ഇത്ര നല്ല ലിപ് ക്രയോൺ ഞാൻ കണ്ടിട്ടില്ല. പൊതുവേ ലിപ് ക്രയോൺ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫറിങ് ആയിരിക്കും ലിപ് ക്രയോൺ ആയതുകൊണ്ട്. ഇത് സൂപ്പർ മാറ്റ് ആണ് ഇത് സത്യം പറഞ്ഞാൽ. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഈ ഷെയ്ഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു 2-3 ഷെയ്ഡേ ഉള്ളൂ ആകെ. അമേസിങ് കേട്ടോ. ഇത്രയും നല്ല ലാസ്റ്റിംഗ് ആയിട്ടും എന്ത് കഴിച്ചാലോ കുടിച്ചാലോ ഒന്നും പോവാത്ത ഒരു ലിപ് ക്രയോൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അമേസിംഗ് സാധനമാണ്. ഓക്കെ, ഞാനപ്പോ ഈ ഒരു ഷെയ്ഡാണ് ഇടുന്നത്. ഈ ഒരു ബെറി ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്റെ കണ്ണിനേക്ക് ഏകദേശം മാച്ചിങ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പെർട്ടിക്കുലർ ഷെയ്ഡ് ഇട്ടത്. അപ്പൊ ഇത് നിങ്ങൾ ഈ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ഇനി സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് ഞാനൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് വരാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ഒരു പൊട്ടൊക്കെ തൊട്ട് ഞാനൊരു കുഞ്ഞ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നേക്കാണ്. ആൻഡ് ഇത് ഇങ്ങനത്തെ ഒരു സാധനം, ഇങ്ങനത്തെ ഒരു ബാങ്ക്സ് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങളൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആയതുകൊണ്ട് ഒരു കുറച്ച് ബാങ്ക്സോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫ്രിഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും. സത്യം പറഞ്ഞാൽ എന്റെ ഇതിങ്ങോട്ട് എത്താത്തതാണ്. ഞാൻ സൈഡ് ബണ്ണാണ് കെട്ടിയേക്കുന്നത്. സൈഡ് ബൺ കെട്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചേക്കാണ്. സോ നിങ്ങൾ ഭയങ്കര സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ആയിരിക്കും പോവാൻ വേണ്ടി. ഫംഗ്ഷന് ലൈക്ക് അടിപൊളിയായിരിക്കും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്പോട്ട് ആയിട്ട് ചെയ്ത് നോക്കുന്നത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് മേക്കപ്പ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഒരു ലെവൽ വരെ ഞാൻ സോൾവ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സ്പെക്സ് വെച്ച കുട്ടികൾക്കൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇഷ്ടമായോ, യൂസ്ഫുൾ ആയോ എന്നൊക്കെ മസ്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാട്ടോ. എന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ സോ മച്ച് എഫേർട്ട് ടു ഡു ദിസ് വീഡിയോ. അപ്പോൾ എന്റെ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ മേക്കപ്പ് ലുക്ക് ഫോർ സ്പെക്സ് വെയറേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസ് വെയറേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ then please don't forget to give this video a big thumbs up. ആൻഡ് ഇതിലേക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ഒരു ബെൽ ഐക്കൺ കൂടി ഉണ്ട്. അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആൻഡ് അത്രേ ഉള്ളൂ. അപ്പോൾ see you on my next video. Bye bye.